നമ്മളിൽ പലരും എന്തിനാണ് ധ്യാനത്തിലേക്ക് തിരിയുന്നത്? ജീവിതത്തിൽ അലച്ചിൽ, ഭയം, അസ്വസ്ഥത, ബുദ്ധിമുട്ട് ഇവകളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ വേണ്ടിയാണ് ചിലരെങ്കിലും ധ്യാനത്തിലേക്ക് പോകുന്നത്. പക്ഷേ ചിലർ ഭൗതികമായ അവരുടെ ഓരോ സുഖ സൗകര്യങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ധ്യാനം എടുത്താൽ അത് എനിക്ക് കിട്ടും, പ്രപഞ്ചം അത് തരും, ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ ഈ ഒരു മെത്തേഡിൽ അവർ ധ്യാനം എടുക്കുന്നത്. പക്ഷേ ഈ ധ്യാനത്തിന് കൂടെ ഈ പരിഹാരം എവിടെയാണെന്ന് നോക്കുമ്പോൾ പലരും അത് പുറത്തുള്ള വഴികളിലാണ് തേടുന്നത്. എവിടെ ചെന്നാൽ എനിക്ക് ശരിയായ ഒരു ധ്യാനം പഠിക്കാൻ പറ്റും, പഠിക്കാം, ആരാണ് പഠിച്ചു തരുന്ന നല്ലൊരു അധ്യാപകൻ ആരാണ് എന്നെല്ലാം നമ്മൾ തേടും. അപ്പോൾ ചിലർ പറയും, ഞങ്ങൾ ധ്യാനം പഠിപ്പിക്കുന്നുണ്ട്, ഇത്ര രൂപയാണ് ഫീസ്, ഇത്ര കാലത്തേക്ക് ഞങ്ങൾ ഫീസ് മേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇതിനെ പറ്റിയൊക്കെയുള്ള നിറയെ വീഡിയോസ് വരുന്നുണ്ട്. ചില വീഡിയോകൾ എടുത്തു കഴിഞ്ഞാൽ ചില പ്രത്യേക ക്ലാസ്സുകൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് അതിൽ ഫീസ് കെട്ടിയാൽ മാത്രമേ ആ വീഡിയോയ്ക്കുള്ളിൽ പോയി അതിനകത്ത് എന്താണ് സ്പെഷ്യലായിട്ട് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ അങ്ങനെ നമ്മളത് ഫീസ് കൊടുത്ത് നമ്മളത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു മൊബൈൽ ഫോണ് വലിയ പണക്കാരൻ്റെ കയ്യിലും ഉണ്ട്, ഒരു ചെറിയ പാവപ്പെട്ടവൻ്റെ കയ്യിലും ഉണ്ട്. എല്ലാവരും സർവ്വസാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഫോണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ വീടുകളിൽ പോയി ഒന്നും നല്ല കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടെയും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നിരവധി കാര്യങ്ങൾ നമ്മൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് അവർ ഈ മെമ്പർഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ഫീസ് കിട്ടുന്നവർക്ക് മാത്രമായിട്ട് ഇത് കൊടുക്കുന്നത്? അതൊരു വ്യാപാര മനോഭാവമാണ്. ഈ ധ്യാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും വളരുന്ന ഒന്നാണോ, അതോ മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്ന ഒന്നാണോ? ഈ ധ്യാനത്തെ തേടുന്നവർ എല്ലാവരും അവനവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. ധ്യാനം എത്രയോ പഴയ ഒരു ആശയമാണ്. ബുദ്ധർ, പതഞ്ജലി, യേശു, ശിവൻ എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. മനസ്സ് ശാന്തമാകുമ്പോൾ ദൈവം അവിടെ സംസാരിക്കുമെന്നാണ്. അവരാരും തന്നെ ധ്യാനം പഠിപ്പിക്കാൻ ഫീസ് ചോദിച്ചിട്ടില്ല. കാരണം ധ്യാനം എന്ന് പറയുന്നത് പഠിപ്പിക്കുവാൻ പറ്റുന്ന ഒരു കലയല്ലത്, അതൊരു ഉണർവാണ്. ഒരു ഗുരു നിനക്ക് മാർഗം കാണിച്ചു തരാം, പക്ഷേ അതിലൂടെ നടക്കേണ്ടത് ആരാണ്? നമ്മളാണ്, നീയാണ്, നിങ്ങളാണ്. ഗുരു വാതിൽ കാണിക്കും, അകത്ത് കിടക്കേണ്ടത് നമ്മുടെ ധൈര്യമാണ്. അതിനാൽ ധ്യാനം വാങ്ങാൻ പറ്റുന്നൊരു സാധനം അല്ല, അതൊരു അനുഭവമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. പക്ഷേ ചിലർ ഫീസ് മേടിക്കുന്ന കാറ്റഗറി തന്നെ രണ്ടുണ്ട്. അതിൽ ഒരു വിഭാഗം എന്തിനാണ് ഫീസ് മേടിക്കുന്നതെന്ന് വെച്ചാൽ അത് ന്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാരണങ്ങൾ നമുക്ക് നോക്കാം. ചിലർക്ക് ആത്മാർത്ഥമായൊരു കാരണമായിരിക്കും അതിൽ പറയാനുള്ളത്. ചില ആശ്രമങ്ങൾക്കും ധ്യാന കേന്ദ്രങ്ങൾക്കുമൊക്കെ ഈ ഭക്ഷണം, താമസം, ഇലക്ട്രിസിറ്റി, സൗകര്യങ്ങൾ തുടങ്ങിയ ചിലവുകളൊക്കെ ധാരാളം ഉണ്ടാകും. അവർ പണം എടുക്കുന്നത് ധ്യാനത്തിനായിട്ടല്ല, ആ സൗകര്യങ്ങൾ നിലനിർത്താനാണ്. അവർ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ആത്മാവിൻ്റെ ശാന്തി നിങ്ങൾ തരുന്ന പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ല. പക്ഷേ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്കിവിടെ സമയം ചെലവഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ സൗകര്യങ്ങൾ ഞങ്ങളിവിടെ ഒരുക്കി തരണം. അപ്പോൾ അതിനുവേണ്ടി ചെലവിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പണം മേടിക്കുന്നത്. ഇത് വ്യാപാരമായിട്ട് കാണരുത്. ഇത് ഞങ്ങളുടെ സംഘടനയുടെ ഒരു പ്രവർത്തന രീതിയാണ്. ഇത് കറക്റ്റാണ്. പക്ഷേ ചിലർ എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യാപാര മനോഭാവത്തിൽ കാണുന്നവരുണ്ട്. അവർ ധ്യാനത്തെ ഒരു ബിസിനസ്സായി മാത്രം കാണുന്നു. പണം കൊടുത്താൽ മാത്രം ആത്മജ്ഞാനം കിട്ടും എന്ന ഒരു മിഥ്യാവാദം പറഞ്ഞ് മനുഷ്യൻ്റെ അജ്ഞതയും ദുഃഖവും ഉപയോഗപ്പെടുത്തുന്ന ചിലർ. അവിടെ ധ്യാനം ഒരു മാർഗമല്ല, അതൊരു വിപണിയാണ് അവർക്ക്. അങ്ങനെയുള്ളവരാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മെഡിറ്റേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ പ്രത്യേക ഒരു വിഭാഗം അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അത് പണം കിട്ടി അത് മെമ്പർഷിപ്പിൽ പോയി ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ ആ വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റുകയുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് മാത്രം. പക്ഷെ അങ്ങനെയാണോ ബുദ്ധരും ഒക്കെ അങ്ങനെയാണോ ധ്യാനോപദേശങ്ങൾ കൊടുത്തിട്ടുള്ളത്? ആത്മീയതയെ വിറ്റ് ജീവിക്കുന്നവർ സ്വയം ദൈവത്തെ മറന്നവരാണ്, അങ്ങനെയാണ് പറയേണ്ടത്. കാരണം ധ്യാനമെന്ന് പറയുന്നത് അത് പണം കൊണ്ട് വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒന്നല്ല. ദൈവം അവിടെ നിന്നും ഒരിക്കലും മുന്നോട്ട് വരാതെ ദൈവം പിന്നോട്ട് പോവുകയുള്ളൂ.
അപ്പോൾ ആരാണ് ഈ മെഡിറ്റേഷനൊക്കെ പറഞ്ഞു തരുന്നത് ആരിൽ നിന്ന് വേണം നമ്മൾ അത് പഠിക്കാൻ? ഒരു ഗുരുവിൻ്റെ ലക്ഷണം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാം. ഒരു യഥാർത്ഥ ഗുരു ഒരിക്കലും ഫീസ് കൊടുക്കെന്ന് പറയില്ല. അവർ പറയുന്നത്, നീ തയ്യാറാണെങ്കിൽ നിന്നെ ഞാൻ നയിച്ചു കൊണ്ടുപോകാം എന്ന് മാത്രമായിരിക്കും നല്ല ഒരു ഗുരു പറയുന്നത്. ആ ഗുരു നമ്മുടെ മനസ്സിൽ വെളിച്ചം തെളിയിക്കും. പക്ഷെ ആ വെളിച്ചം എത്രത്തോളം തെളിയണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മളുടെ ആത്മാർത്ഥതയാണ്. ഗുരു വെളിച്ചം കൊടുക്കുന്ന ഒരു വിളക്കാണ്. പക്ഷെ ആ വിളക്കിൻ്റെ എണ്ണയാകുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ സത്യസന്ധതയും നമ്മുടെ ധൈര്യവുമാണ്. ധ്യാനം വാങ്ങാൻ പറ്റുന്ന ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്തുകൊണ്ടാണ് അത് വാങ്ങാൻ പറ്റാത്തത്? ധ്യാനം പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്തതിന് കാരണം അത് ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു ബോധത്തിൻ്റെ ഒരു തുറക്കലാണ്. അത് പണം കൊണ്ട് ലഭിക്കുന്ന ഒരു അറിവല്ല, മനസ്സിൻ്റെ ശുദ്ധീകരണത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു അനുഭവമാണത്. പണം കൊടുത്ത് ഒരു സാങ്കേതിക വിദ്യ പഠിക്കാം, ഏതെങ്കിലും ഒരു കോഴ്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിക്കാം. ശ്വാസം എങ്ങനെ കാണണം, മനസ്സെങ്ങനെ നിരീക്ഷിക്കണം ഇതുപോലെയുള്ള മാർഗങ്ങൾ, ആ മാർഗം ജീവിതമാകുന്നത് നമ്മുടെ ഉള്ളിൽ മാത്രമാണ്. അതൊരു ഗുരു ഇങ്ങനെയാണ് ശ്വാസം പോകുന്നത്, അങ്ങനെയാണ് അതൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റത്തില്ല. അത് ധ്യാനം ആ ഗുരു എൻ്റെ മാർഗനിർദ്ദേശം കൊടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾക്കത് അനുഭവിക്കാൻ പറ്റുന്നത്. അത് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചു എന്നും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവനവൻ്റെ ആ തിരിച്ചറിവിലൂടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെ വേണം അത് നമ്മുടെ കൂടെ ഇരിക്കുന്നവർ മാറി വരാൻ. അല്ലാതെ ഞാനൊരു ധ്യാനം ക്ലാസ്സിൽ പോകുന്നുണ്ട്, ഞാൻ ധ്യാനം പഠിച്ചു, ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ആർക്കും ഇരുത്തി പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നിലനിൽക്കുകയുമില്ല അങ്ങനെ പഠിപ്പിച്ചാൽ തന്നെയും. ധ്യാനത്തിൻ്റെ ഒരു യഥാർത്ഥ വില എന്താണെന്ന് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ സൗജന്യവുമായിട്ട് കണക്കാക്കരുത്. അതിന് വിലയുണ്ട്. പക്ഷെ അത് പണത്തിൻ്റെ വിലയല്ല, സമയത്തിൽ, സഹനത്തിൽ, നമ്മുടെ ആത്മാർത്ഥതയിൽ, അവിടെയാണ് അതിന് വിലയുള്ളത്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ആത്മാർത്ഥമായി ഇരുന്ന് ശ്വാസത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രകാശം ഉയരുന്നത് നമ്മൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. ആ പ്രകാശം തന്നെയാണ് നിങ്ങളുടെ ഗുരുവും എൻ്റെ ഗുരുവും നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവും ഒക്കെ ആകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ധ്യാനം പഠിക്കാൻ ഫീസ് കൊടുക്കേണ്ടതില്ല കൂട്ടുകാരെ. പക്ഷേ ആത്മാർത്ഥതയും വിനയവും കൊടുക്കേണ്ടതുണ്ട് അവിടെ. ധ്യാനം വാങ്ങാനാകില്ല, പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ ഉണർത്താനാവും. അത് പറഞ്ഞു തരുമ്പോൾ ഒരു ഗുരു കടുപ്പിച്ച വാക്കുകൾ സംസാരിക്കാം, കഠിനമായ വാക്കുകൾ സംസാരിക്കുമ്പോൾ ഇതെല്ലാം ഒരു ഗുരുവിൻ്റെ ലക്ഷണമാണോ എന്ന് ചോദിക്കാം. പക്ഷേ നല്ല ഒരു ഗുരു ശിക്ഷയിലൂടെ മാത്രമേ ആ ഒരു ശിഷ്യനെ മനസ്സിലാക്കിക്കാൻ പറ്റുകയുള്ളൂ. ആ ശിഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റങ്ങൾ നല്ലതല്ലെങ്കിൽ ആ ഗുരു അവിടെ ശിക്ഷിക്കും, അല്ലെങ്കിൽ വഴക്ക് പറയും, കഠിനമായ വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ അവിടെ ഒന്നും തളർന്നു പോകാതെ എനിക്ക് ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ള ഒരു ധൈര്യത്തോടെ ആ ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ധ്യാന അനുഭവം ഉണ്ടാകും. ആത്മാവിൻ്റെ ശാന്തി ഒരിക്കലും അതൊരു വിപണിയിൽ വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അത് നമ്മുടെ നിശബ്ദതയിൽ ജനിക്കുന്ന ഒരു പൂവാണ്, ഒരു പൂവിൻ്റെ മനോഹാരിതയാണ്. നമ്മൾ ധ്യാനത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ മെഡിറ്റേഷൻ എടുക്കുന്നത് ഏത് സമയത്താണ് എന്നുള്ള ആ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ സമയം നമ്മൾക്ക് തികയാതെ വരും. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പവറെന്ന് പറഞ്ഞാൽ. ഫീസ് കൊടുത്ത് നമ്മൾക്ക് ധ്യാനം പഠിക്കാം, പക്ഷേ നമ്മൾക്കൊരിക്കലും നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളും നമ്മുടെ ബോധങ്ങളും തിരിച്ചറിവുകളും ഒന്നും വാങ്ങാൻ പറ്റില്ല. ദൈവം പണം കൊണ്ട് ലഭിക്കുന്ന ഒരു കാര്യമല്ല, അത് ഹൃദയത്തിൽ പ്രത്യക്ഷമാകേണ്ട ഒരു ശക്തിയാണ്. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാരെ, അതുകൊണ്ട് ധ്യാനം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരാളെയും നിങ്ങൾ സമീപിക്കാൻ പാടില്ല. അത് ധ്യാനത്തിലൂടെ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത്. അവരൊരു റൂട്ട് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ റൂട്ടിൻ്റെ ക്ലിയറായിട്ടുള്ള ആ ഒരു പാത മനസ്സിലാക്കി നമ്മൾ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നത്. അവിടെ പല തടസ്സങ്ങളും ഉണ്ടാകാം, ഒരുപാട് നമ്മളെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകോപനങ്ങളുണ്ടാകാം.
നമ്മളുടെ കൂടെ ഇരിക്കുന്നവർ തന്നെ നമ്മളെ ശത്രുവായിട്ട് കാണാനുള്ള ചാൻസുണ്ട്. അതെല്ലാം നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ ശരിയായ ധ്യാനം ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട ആരാണെങ്കിലും അത് നിങ്ങളുടെ ഭാഗ്യമാണ്. അതായത് VMC മലയാളം മെഡിറ്റേഷൻ ചാനലിൽ സീമാജി എന്ന ആ ഒരു പ്രകൃതി ദേവി അവിടെ പറഞ്ഞു തരുന്ന ഓരോ വാക്കുകളും ഒരു രൂപ കൂടെ കൊടുക്കാതെ അത്രയ്ക്ക് അറിവുകളാണ് അവിടെ പകർന്നു കൊടുക്കുന്നത്. ആ അറിവ് പ്രകാരം ആ ധ്യാന മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്കും അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവരെ അലട്ടുകയില്ല. എല്ലാത്തിനും ഉള്ള ഒരു സത്യാവസ്ഥ, ആ സത്യാവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾക്കൊരു പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അതിൽ കൂടെ എല്ലാം നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള ആ ഒരു സത്യം, യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ ധ്യാനം കൊണ്ട് നമ്മൾക്ക് നേട്ടമുണ്ടാകുന്നതും ആ ഒരു ധ്യാനാനുഭവത്തിലൂടെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനും പറ്റുന്നത്. ഒരുപാട് അറിവുകൾ നമ്മൾക്ക് കിട്ടും. അതുവരെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ പ്രവർത്തന മേഖലകളൊന്നും ആയിരിക്കില്ല നമ്മളുടേത്. പക്ഷേ ജീവിക്കുന്ന ചുറ്റുപാടുകളെല്ലാം ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ ജീവിത രീതികളിൽ നമ്മൾക്ക് മാറ്റം വരുത്താൻ ശ്രമിക്കും. ആ ജീവിത രീതികളിൽ മാറ്റം വരുത്തുന്നതിലൂടെ നമ്മുടെ കൂടെ ഇരിക്കുന്നവരിൽ നിന്ന് മാറ്റം വരുത്താൻ നമ്മൾക്ക് പറ്റും. നമ്മളൊന്നും പറയേണ്ട, അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ്, ഞാൻ മാറിയതുപോലെ നിങ്ങൾ മാറണം എന്നൊന്നും ഒരു ഉപദേശത്തിൻ്റെയും ആവശ്യമില്ല അവിടെ. നമ്മുടെ ജീവിത രീതികൾ കാണുമ്പോൾ അവർക്കും ആ മാറ്റം താനേ മാറാൻ തോന്നും. അതാണ് അതിൻ്റെ ആ ഒരു കാര്യമെന്ന് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ കൂടെയാണ് കൂട്ടുകാരെ ഞാനിത് ഇത്രയും പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലില്ല. ഒരു അസുഖങ്ങളാണെങ്കിൽ പോലും, നിങ്ങളുടെ എന്ത് ശരീര അസ്വസ്ഥതകളാണെങ്കിലും ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതിന് പക്ഷേ നിങ്ങൾ പണമല്ല ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ സമയം, ക്ഷമ, സഹനശക്തി, സത്യസന്ധത, നന്ദി, ഇതെല്ലാമാണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.